ഹായ് ഫ്രണ്ട്സ്, ഹുസ്ക്വർണ എന്ന കമ്പനി നമുക്ക് അത്ര കേട്ട് പരിചയമായി തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. പക്ഷേ ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഉള്ളൊരു കമ്പനിയാണ്. പക്ഷേ ഇന്ത്യയിൽ വന്നിട്ടാകെ 2019 ഫസ്റ്റ് ലോഞ്ച് ചെയ്തത്. ഇതിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ആദ്യം 200cc ഉള്ളൊരു വണ്ടിയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷനായിട്ട് 401 ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. അതിൻ്റെ റൈഡിങ്ങും അതിൻ്റെ ഒരു കംഫർട്ടബിലിറ്റിയും അതിൽ വന്ന മാറ്റങ്ങളും ഒക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഹുസ്ക്വർണ 401 എന്ന് പറഞ്ഞ വണ്ടി. ഈ വണ്ടിയിൽ നമുക്ക് ആദ്യം തന്നെ നോട്ടീസ് ആവുക അതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ വലിയൊരു ഹെഡ്ലൈറ്റാണ്. അതിന് ചുറ്റും വരുന്ന ഒരു ഈ സർക്കിളിൽ പോകുന്ന LED, അത് ഭയങ്കര ഒരു അട്രാക്ഷനാണ്. വണ്ടിയിൽ നമ്മൾ ഫസ്റ്റ് തന്നെ നോട്ടീസ് ചെയ്യുക ഈ ഒരു ലൈറ്റും അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് ടയറും ഈ വരുന്നൊരു സ്കിഡ് പ്ലേറ്റൊക്കെ ആയാലും ഭയങ്കര ഒരു ഭംഗിയാണ് അതിന് കാണാൻ. അതിൻ്റെ കൂടെ അതാത് വരുന്ന ഇതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, അതും LED ആണ് വരുന്നത്. അതുപോലെ ഇതിലേക്ക് വരികയാണ് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ്റെ കാര്യം പറയുമ്പോൾ ഇതൊരു ഭയങ്കര അഡ്ജസ്റ്റബിൾ ആണ്, യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സസ്പെൻഷനാണ്. ഫ്രണ്ടും ബാക്കിലും മോണോഷോക്കാണ് ബാക്കിൽ, അതുപോലെ തന്നെ അത് അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് നമ്മളെ കംഫർട്ടിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഏത് വഴിക്കൂടെ നമുക്ക് ഓടിക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ഒരു TFTക്ക് വന്ന മാറ്റം എന്ന് വെച്ചാൽ കുറച്ചും കൂടി ക്വാളിറ്റി കുറച്ചും നന്നായിട്ടുണ്ട്. അതുപോലെ സിമ്പിളാണ്, ഇതിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഇതിൻ്റെ TFT നമുക്ക് ഇതിൻ്റെ ഇൻ്റർഫേസ് കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് വേണ്ട അത്ര കുറേ സാധനം കുത്തി ഇറക്കിയാൽ നമുക്ക് വേണ്ടത് മാത്രമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അതുപോലെ ഇതിൻ്റെ ഒരു റൈഡിങ് മോഡ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമുക്ക് ആകെ 2 വരുന്നുള്ളൂ. അത് കൂടുതൽ അപ്ഡേറ്റ് ഒന്നും വന്നില്ല. ആകെ വന്നത് ഒരു റെയിൻ മോഡും പിന്നെ സാധാ സ്ട്രീറ്റ് മോഡ്, അങ്ങനെയൊക്കെ 2 മോഡ്സേ ഉള്ളൂ. പിന്നെ അതുപോലെ ഇതിൻ്റെ ഫുൾ സ്വിച്ച് നമുക്കിത് മാറ്റാനുള്ളത് KTM കണ്ട അതേ ഒരു ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു ടച്ചിങ് വരുന്നത്. അതൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി യൂസാണ്, ഭയങ്കര യൂസ് ചെയ്യാൻ സുഖമാണ്. അതുപോലെ ഇതിൻ്റെ ഒരു ഹാൻഡിൽ ബാർ നമുക്കൊരു റൈഡിങ് പൊസിഷനിൽ തന്നെ കറക്റ്റ് രീതിയിൽ പിടിക്കാൻ പറ്റുന്ന റൈഡിങ് ബാറാണ്. അതുകൊണ്ട് ലോങ് ഒക്കെ ഓടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു കംഫർട്ടായിട്ട് ഓടിച്ച് പോകാനുള്ളൊരു സീറ്റിംഗ് പൊസിഷനും അതേപോലെ തന്നെ പിടിക്കാനുള്ളൊരു ഹാൻഡിൽ ബാറും അതിന് കംഫർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോഴും സീറ്റിലേക്ക് ഇരിക്കാൻ കുറച്ചും കംഫർട്ട്. ഇതിൻ്റെ ബാക്ക് സീറ്റും കുറച്ച് അത്യാവശ്യം സ്പേസ് ഉണ്ട്. ആ ബാക്ക് പില്ലിനായി ഇരിക്കുന്ന ഒരാൾക്കും കംഫർട്ടായി ഇരുന്ന് പോകാം. അതുപോലെ ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പം വണ്ടി ഭയങ്കര ഒരു മിനിമലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് കാണുമ്പോൾ നമ്മൾ ഒരു കുഞ്ഞ വണ്ടിയും അതുപോലെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എങ്ങനെയാണെന്നൊക്കെ കാണുമ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. വണ്ടി നമുക്ക് ഏത് വഴി കൂടി അങ്ങനെ കൊണ്ടുപോകാം. അതുപോലെ വെയിറ്റിൻ്റെ കാര്യത്തിലും നമ്മൾ കയറി ഇരുന്നാൽ നമുക്ക് അത്ര കൊണ്ട് വെയിറ്റ് ഇതാവില്ല. അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു ഇതാണ്, പക്ഷേ ഓവർ വെയിറ്റ് ഇല്ല. അത് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ ഇതിൻ്റെ ഒരു വണ്ടിയിൽ ഇരിക്കുമ്പം നമ്മളെ കാല് മര്യാദ ഏതൊരാൾക്കും വണ്ടി ഇരുന്ന് കംഫർട്ടായിട്ട് ഓടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടിയായിട്ടാണ് ഇതിൻ്റെ ഇപ്പോൾ റൈഡിങ് പൊസിഷനൊക്കെ വെച്ചിരിക്കുന്നത്. ബാക്കിൽ ടയർ, ഈ ടയറിൻ്റെ ഒരു ഇത് വെച്ചാൽ അത്യാവശ്യം നല്ല വലിയ ടയറാണ്, കാണാൻ അതിനൊരു ഭംഗി കൂടുതൽ കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിലും ഇൻഡിക്കേറ്ററും ഫ്രണ്ട് ഇൻഡിക്കേറ്ററും ഒരു LED സ്ട്രിപ്പായിട്ട് പോയിട്ട് നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഈ വണ്ടീൻ്റെ എഞ്ചിനെ കുറിച്ചാണ്. ഇതിൻ്റെ എഞ്ചിൻ അതേ സെയിം ഡ്യൂക്കിൻ്റെ അതേ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. അതേ പവർ നമുക്കിതിൽ നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ. പിന്നെ 2 വണ്ടി 2 കാറ്റഗറി പെടുന്നതായതുകൊണ്ട് തന്നെ ആ ഓടിക്കുമ്പോൾ അതിനൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. കാരണം അത് വണ്ടീൻ്റെ മാറ്റമാണ്, ഇരിക്കുമ്പോഴും ഓടിക്കുമ്പോഴും ഉള്ളതിൻ്റെ. പക്ഷേ പവർ സെയിമാണ്, നല്ല രീതിയിൽ പവറിൽ കയറുന്നുണ്ട് വണ്ടി. അതുപോലെ ഇതിൻ്റെ എഞ്ചിൻ്റെ ഒരു പ്രത്യേകത അതാണ്, ഭയങ്കരമായിട്ട് 401cc നമുക്ക് കിട്ടാവുന്ന കുറച്ച് കുറഞ്ഞ പൈസയിൽ കിട്ടാവുന്ന ഒരു വണ്ടിയാണിത്. പേരെന്താണ്? അഭിനന്ദ്. അപ്പം ഈ വണ്ടീനെ കുറിച്ചിട്ട് ഹുസ്ക്വർണൻ്റെ പുതിയ വന്നാണ് 401 എന്ന് പറഞ്ഞിട്ട് ഇതിൽ വന്നത്. അപ്പോൾ ഈ വണ്ടിയിൽ ഇപ്പം വന്ന മേജറായിട്ടൊരു അപ്ഡേറ്റ് എന്താണ്? മേജറായിട്ടുള്ള അപ്ഡേറ്റ് എന്ന് വെച്ചാൽ പണ്ടത്തെ സ്വാപ്പിലും വരുന്നത് 250cc ആയിരുന്നു. ഇപ്പോൾ അത് 399cc ആയി മാറി. മോർ പവർ കയറി എന്നുള്ളതാണ്. 46 PS പവർ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വന്ന TFTയിൽ വല്ല മാറ്റങ്ങളും? നമുക്ക് ആദ്യം ഒരു നോർമൽ LCD ഡിസ്പ്ലേ എന്ന് വന്നത്, ഇപ്പോൾ നമുക്ക് TFT ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പം അതിൽ ഒട്ടുമിക്ക എല്ലാ മേജറായിട്ടുള്ള കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അതിൽ റൈഡ് ഓപ്ഷൻസ് മാറിയുണ്ടോ? ഇല്ല, റൈഡിംഗ് മോഡ്സ് ഇപ്പോൾ വരുന്നില്ല. പക്ഷേ റൈഡിംഗ് മോഡ്സിൻ്റെ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ഫ്യൂച്ചറിൽ നമുക്ക് അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വരാൻ മതിയാവും.
വണ്ടീൻ്റെ ഇപ്പോഴത്തെ ഒരു മോഡൽ എങ്ങനെയാണ് വരുന്നത്? ഇപ്പോഴത്തെ മോഡൽ വരുന്നത് നമുക്കൊരു സ്ക്രാബ്ലർ മോഡലായിട്ട് വരുന്നത്. നമുക്ക് സ്പോക്ക് വീൽസ് തരുന്നുണ്ട്, ഡ്യുവൽ പർപ്പസ് ടയർ വരുന്നുണ്ട്. ടയറിൻ്റെ സൈസിലും ഭയങ്കര മാറ്റം വന്നിട്ട് ഫീൽ ചെയ്യുന്നു. ടയറിൻ്റെ സൈസ് വരുന്നത് 110 150 വരുന്നത്. നമുക്ക് ഇപ്പം ഡ്യുവൽ പർപ്പസ് വരുന്നത്. നമുക്ക് ഓഫ് റോഡ് ചെയ്യാം, ഓൺ റോഡ് യൂസ് ചെയ്യാൻ പറ്റും. സ്ക്രാബ്ലർ മോഡലാണ് വരുന്നത് ഇപ്പോൾ. അപ്പോൾ വണ്ടീൻ്റെ ഇതിന് മാറ്റം വെയിറ്റ് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് വണ്ടി കുറച്ച് ബിഗ്ഗർ ആയിട്ടുണ്ട്. പണ്ടത്തെ സ്വാറ്റിന് ഭയങ്കര ചെറുതാണെന്നൊരു പരാതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ വലിയ സീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വണ്ടി കുറച്ചൊരു ബൾക്ക് ആയിട്ടുണ്ട്. ഇതിന് കളർ കോമ്പിനേഷൻ എങ്ങനെ തന്നെയാണ്? കളർ നമുക്ക് ഒറ്റ കളറാണ്. ഒറ്റ കളർ, ഗ്രീൻ തന്നെ കളർ മാത്രമാണ് വരുന്നത്. ഇത് ഏതെങ്കിലും ഏജ് ഗ്രൂപ്പ് അങ്ങനെ ആരെങ്കിലും കാറ്റഗറി ആയിട്ട് എടുക്കാൻ ഇഷ്ടപ്പെടുന്ന അങ്ങനെ ഏജ് ഗ്രൂപ്പ് ഒന്നുമില്ല. നമുക്ക് സ്ക്രാബ്ലർ മോഡൽസ് ഇഷ്ടമുള്ള ഏതാൾക്കും എടുക്കാം. നമുക്ക് ടൂറിങ്ങിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എടുക്കാം. അത് ഇതിന്റെ ഒരു ഹാൻഡിൽ ബാറിൽ പിടിക്കുമ്പോൾ നമുക്ക് ഫീൽ നമുക്ക് റൈഡിങ് കുറച്ചും കംഫർട്ടായി സീറ്റിംഗ് പൊസിഷനൊക്കെ കംഫർട്ടാണ്. നമുക്ക് എത്ര ലോങ് വരെ പോവാം. അത് ബാക്ക് ബില്ലിന്റെ എങ്ങനെയാണ് അവസ്ഥ വരുന്നത്? ബില്ലിന് നമുക്ക് വലിയ സീറ്റാണ് വരുന്നത്. സീറ്റ് അങ്ങനെ മാറിയിട്ടുണ്ടോ? മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ ചെറിയ വണ്ടിയാണ്, ചെറിയ സീറ്റാണെന്നൊക്കെയുള്ള കംപ്ലൈൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ വലിയ സീറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പില്ലിംഗ് കംഫർട്ടും അടിപൊളിയാണെന്ന് പറഞ്ഞത് എടുത്ത കസ്റ്റമേഴ്സൊക്കെ നല്ല റിവ്യൂസ് പറയുന്നുണ്ട്. എന്തായാലും വണ്ടി റൈഡ് ചെയ്യാൻ നമുക്ക് സീറ്റിൽ ഇരിക്കുമ്പോൾ ആ ഒരു ഫീൽ കിട്ടുന്നത് നല്ലൊരു ഇതാണെന്നുള്ളത്. കാല് വെക്കാനും അധികം ഹൈറ്റിന്റെ പ്രോബ്ലം ഇല്ലാത്തൊരു ഇത്. കുഴപ്പമില്ല. സീറ്റ് ഒക്കെ കുറവാണല്ലോ പണ്ടത്തെ മോഡൽസ് വെച്ച് നോക്കുമ്പോൾ. സീറ്റ് കുറവാണ് വരുന്നത്. അതുപോലെ ഈ വണ്ടിയുടെ സസ്പെൻഷനിൽ വന്നൊരിത് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്യൂക്ക് 390 ഉപയോഗിച്ച സെയിം സസ്പെൻഷൻ ആയിരുന്നു. WP-ന്റെ നമുക്ക് 5 ക്ലിക്ക് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. ഫ്രണ്ടും ബാക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുറച്ചുകൂടി കൂടുതൽ നമുക്ക് ബമ്പി റോഡ്സ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് കുറച്ചുകൂടി നല്ലതാണ്. കാരണം നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഈ വണ്ടീൻ്റെ എക്സ്ഷോറൂം വരുന്നത് 2,93,000 അതുപോലെ ഈ വണ്ടി ഞങ്ങൾക്ക് ട്രയലായി ഓടിക്കാൻ തന്നത് വെസ്റ്റിലുള്ള KTM. ഈ വണ്ടിനെ കുറച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെസ്റ്റിലുള്ള KTM ആയിട്ട് ഒന്ന് ബന്ധപ്പെടാവുന്നതാണ്. അവരെ വണ്ടിക്ക് നമുക്ക് വന്ന് ടെസ്റ്റ് ഡ്രൈവും ഒക്കെ കിട്ടുന്നതാണ്. ഞങ്ങളുടെ ചാനൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ വണ്ടിക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും അപ്ഡേറ്റ്സ് അറിയാം അതും കമൻറ്റ് ചെയ്യുക. ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ചെയ്ത് പുതിയ വണ്ടികളെക്കുറിച്ച് ഏതെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതും പറയാവുന്നതാണ്.